യേശുതമ്പുരാൻ തന്റെ ശിഷ്യഗണത്തിലേക്ക് ഫിലിപ്പോസിനെ വിളിക്കുകയും ഫിലിപ്പോസ് നഥാനിയേൽ എന്ന തൻ്റെ സുഹൃത്തിനെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയും നഥാനിയേൽ നസ്രയത്തിൽ നിന്നും വല്ല നന്മയും കടന്നു വരുമോ എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അത്തിമര ചുവട്ടിൽ അവൻ ആയിരുന്നപ്പോൾ തന്നെ അവൻ നഥാനിയേലിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നഥാനിയേൽ അതിനുശേഷം ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ സാക്ഷാൽ മശിഹ എന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന സുന്ദരമായ ഒരു വേദഭാഗമാണ് ഇന്ന് വായിച്ചു കേട്ടത്. 2 ചിന്തകൾ മാത്രം നിങ്ങളുമൊത്ത് പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിച്ചുകൊള്ളാം. നാം ദൈവത്തെ കാണുന്നതിന് മുൻപേ തന്നെ അവൻ നമ്മെ കണ്ടിരിക്കുന്നു. നാം ദൈവത്തെ കണ്ടിരിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. യേശുതമ്പുരാൻ നഥാനിയേലിനോട് പറയുകയാണ്, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ആയിരുന്നപ്പോൾ തന്നെ നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന്. യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ അത്തിമരത്തിന് ഒരു വലിയ സ്ഥാനമാണ് ഉള്ളത്. യഹൂദ റാബിമാരൊക്കെയും പഠിപ്പിക്കുവാനും ന്യായപ്രമാണം അഭ്യസിപ്പിക്കുവാനും ഒക്കെയും അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ടാണ് പഠിപ്പിക്കുന്നതും ശിഷ്യഗണങ്ങൾ പഠിക്കുന്നതും അത്തിമരത്തിൻ്റെ ചുവട്ടിലാണ്. രണ്ടാമത് മറ്റൊരു പ്രത്യേകത പിതാക്കന്മാർ പറയുന്നുണ്ട്. യേശുതമ്പുരാന്റെ കുഞ്ഞ് പ്രായത്തിൽ ഹേരോദ രാജാവ് കുഞ്ഞുങ്ങളെ ഉന്മൂലന നാശം ചെയ്യുവാനായി ഉത്തരവിട്ടപ്പോൾ ക്രിസ്തുവിന്റെ അതേ പ്രായത്തിൽ ഉള്ളവനായ നഥാനിയേലും ഈ അത്തിമരത്തിന്റെ ചുവട്ടിൽ അവന്റെ അമ്മ അവനെ സംരക്ഷിച്ചു എന്ന് പറയുന്നവരും ഉണ്ട്. ആ ചെറു പ്രായം മുതൽ തന്നെ ക്രിസ്തു അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് നഥാനിയേലിനോട് പറയുകയാണ്. സത്യത്തിൽ ഈ മനുഷ്യൻ അല്ല ക്രിസ്തുവിനെ തേടി പോകുന്നത്, മറിച്ച് ക്രിസ്തു തന്നെ ഈ മനുഷ്യന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. സക്കായിയുടെ കഥ നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. സക്കായി ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപ് തന്നെ സക്കായിയെ ക്രിസ്തു തമ്പുരാൻ പേര് ചൊല്ലി വിളിക്കുകയാണ്. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഈ 2 മനുഷ്യരെയും അവരുടെ പേരുകൾ ചൊല്ലി ക്രിസ്തു തമ്പുരാൻ തൻ്റെ അരികിലേക്ക്, തൻ്റെ ശിഷ്യഗണത്തിലേക്ക് അവരെയൊക്കെയും ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുറവുകളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെയും നാം പറയുന്നതിന് മുൻപ് തന്നെ തിരിച്ചറിയുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട്. നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 1-ാം വാക്യം അവിടെ ഇങ്ങനെ കാണുന്നു: ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന്. നമ്മുടെയൊക്കെയും പേരുകൾ ചൊല്ലി നമ്മെ വിളിച്ച് അവൻ്റെ ശിഷ്യഗണത്തിലേക്കുള്ള ക്ഷണവുമായി അവൻ നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ ക്ഷണവും അവനോടുള്ള സ്നേഹവും ഒക്കെയും പകർത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. രണ്ടാമത്, മനുഷ്യന്റെ മുൻവിധികളല്ല ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയണം. മനുഷ്യന്റെ മുൻവിധികളിലല്ല ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയണം. നഥാനിയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, നസ്രയത്തിൽ നിന്നും എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന്. നസ്രയത്തിൽ നിന്നും എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന്. ഒരു മുൻവിധിയോടുകൂടി, ഒരു മുൻധാരണയോടുകൂടി ക്രിസ്തുവിനെ സമീപിക്കുവാനായിട്ടാണ് നഥാനിയേൽ ശ്രമിക്കുന്നത്. പക്ഷെ ക്രിസ്തു ആരെയും വിധിക്കുന്നില്ല, ക്രിസ്തു ആരെയും മുൻവിധിക്കുന്നില്ല, ക്രിസ്തു ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ക്രിസ്തു തിരഞ്ഞെടുക്കുന്നതും ക്രിസ്തു വിളിക്കുന്നതുമൊക്കെയും നമ്മുടെ ബോധങ്ങൾക്കും വിചാരങ്ങൾക്കും ഹൃദയങ്ങൾക്കും ഒക്കെയും അപ്പുറമായി നാം ആരും പ്രതീക്ഷിക്കാത്ത തലത്തിലുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഇടങ്ങളെയും ഒക്കെയുമാണ്. അതുകൊണ്ടാകാം ഇസ്രായേൽ ജനതയെ രക്ഷിക്കുവാനായി വിക്കനായ ഒരുവനെ അവൻ തിരഞ്ഞെടുത്തത്.
അവന്റെ ശിഷ്യഗണത്തിലേക്ക് ലോകമൊട്ടാകെയും സഞ്ചരിക്കുവാനായി അവൻ തെരഞ്ഞെടുത്തത് കേവലം മുക്കുവന്മാരായ ചുങ്കക്കാരായ ചില വ്യക്തികളെയാണ്. അവനോടൊപ്പം അത്താഴം പങ്കിടുവാനായി, അവനോടൊപ്പം സഞ്ചരിക്കുവാനായി അവൻ തെരഞ്ഞെടുത്തത് പാപികളായ ചില വ്യക്തികളെയാണ്. ഒടുവിൽ കുരിശിക്കപ്പെടുവാനായി കാൽവറിയുടെ ഗിരി അഗ്രങ്ങൾ കയറി കുരിശിൽ കിടക്കുമ്പോഴും അവന്റെ അപ്പുറത്തുള്ള കള്ളനും അവൻ പറുദീസ നൽകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ പോക്കുമൊക്കെയും അത് എങ്ങനെയും ആയി പോകട്ടെ. പക്ഷെ ഇനിയും നമുക്ക് സാധ്യതയുണ്ട്. നമ്മെ മുൻവിധിക്കാത്ത, നമ്മെ കുറ്റപ്പെടുത്താത്ത, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട്. എത്രയൊക്കെ നാം മുൻവിധിച്ചാലും, എത്രയൊക്കെ കുറ്റപ്പെടുത്തിയാലും നമ്മെ തേടി വരുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട്. ആ സ്നേഹത്തിൽ നമുക്ക് നിറഞ്ഞു നിൽക്കാം. ഫിലിപ്പോസിനെ ക്രിസ്തു വിളിച്ചതുപോലെ നമ്മെ വിളിക്കുവാനും, ഫിലിപ്പോസ് നഥാനിയേലിനെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ കാരുണ്യമൊക്കെയും നമ്മുടെ സഹോദരങ്ങൾക്ക് പകർന്നു നൽകുവാനും നമുക്ക് ഇടയാവട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വാക്കുകൾക്ക് അടിവര കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.